ഇടയ്ക്ക് കുറച്ച് നാൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ബാറ്ററി പഴയ ബാറ്ററി വന്നപ്പോൾ നമ്മൾ മോട്ടോർ റണ്ണിങ്ങിന് മൈലേജ് കുറഞ്ഞു. പിന്നെ നമ്മൾ കുറച്ച് ഇത് വഴക്കൊക്കെ ഉണ്ടാക്കിയപ്പോഴത്തേക്ക് ഇപ്പം മുഴുവൻ പുതിയ ബാറ്ററിയാണ് ഞങ്ങൾക്ക് തന്നിരിക്കുന്നത് എല്ലാ ചാർജിങ് സ്റ്റേഷനിലും. എല്ലാവർക്കും നമസ്കാരം. റോബ്മൈഷോയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. 2020 നമ്മൾ ഒരു ഇലക്ട്രിക് ഓട്ടോയുടെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറേ ഇലക്ട്രിക് ഓട്ടോസിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. മഹേന്ദ്ര ട്രിയോയുടെ ഒക്കെ ആദ്യമായിട്ട് ഇറങ്ങിയ ഓട്ടോയുടെ ഒക്കെ വീഡിയോ നമ്മുടെ ചാനലിലാണ് ആദ്യമായിട്ട് വന്നത്. തുടർന്ന് ഒരുപാട് ഇലക്ട്രിക് ഓട്ടോസിൻ്റെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും എന്നെ ഇഷ്ടപ്പെടുത്തിയ ഒരു വാഹനം എന്ന് പറഞ്ഞാൽ പിയാജിയോയുടെ ആപ്പ് ഇ സിറ്റി എന്ന് പറഞ്ഞ ഓട്ടോയാണ്. അപ്പോൾ 2020 ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ഓൾറെഡി വണ്ടിയുടെ റിവ്യൂ ഒരു വീഡിയോ ചെയ്തായിരുന്നു. അതുകൂടാതെ വണ്ടി വാങ്ങിച്ച ഒരാളുടെ വീഡിയോ ചെയ്തായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ ഈ വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് കമൻസ് വിമർശനങ്ങളായിട്ട് വന്നിട്ടുണ്ട്. ഇത് മനുഷ്യനെ പറ്റിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്, പെയ്ഡ് പ്രൊമോഷനാണ്, ഓട്ടോ എടുത്തവരൊക്കെ ഇലക്ട്രിക് ഓട്ടോ എടുത്തവരൊക്കെ ദുരിതത്തിലാവും, അവരുടെ ജീവിതം കട്ടപ്പുറത്ത് പോകും, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആക്ഷേപങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ തീരുമാനിച്ചതാണ് കുറച്ച് നാൾ കഴിഞ്ഞ് വീണ്ടും ഒരിക്കൽ കൂടി ഈ വാഹനത്തെക്കുറിച്ച് അല്ലെങ്കിൽ വാഹനം മേടിച്ച ഒരാളുടെ റിവ്യൂ എടുക്കണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് വേണ്ടി വീഡിയോയ്ക്ക് സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാനായിട്ട് വന്നത് നമ്മുടെ കവടിയാർ കുറവൻകോണത്തുള്ള ഓട്ടോ സ്റ്റാൻഡിൽ വാഹനം ഓടിക്കുന്ന ബാഹുലൻ ചേട്ടനടുത്താണ് വന്നത്. അപ്പം അന്ന് അദ്ദേഹത്തിൻ്റെ വീഡിയോ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടായിരുന്നു. വീണ്ടും ഞാൻ 2 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തെ തന്നെ വിളിക്കുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ വീഡിയോ ആണല്ലോ ആദ്യം ചെയ്തത്. അപ്പോൾ ഈ 2 വർഷങ്ങൾക്ക് ശേഷം ഓട്ടോ എങ്ങനെയുണ്ട് എന്നറിയാൻ വേണ്ടി വന്നതാണ്. അപ്പം ഇലക്ട്രിക് ഓട്ടോ കൊള്ളാവോ, അതുകൊണ്ട് ജീവിതമാർഗ്ഗം നടക്കുന്നുണ്ടോ, അതോ ജീവിതം കട്ടപ്പുറത്തായോ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. റോബ്മൈഷോയുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ധാരാളം വെഹിക്കിൾ റിവ്യൂസ് വരുന്നുണ്ട്. സോ അഗെയിൻ വെൽക്കം ടു റോബ്മൈഷോ. ഞാൻ താമസിക്കുന്ന ജംഗ്ഷനിൽ തന്നെയാണ് ബാഹുലൻ ചേട്ടൻ്റെ വീട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരിക്കൽ കൂടെ പ്രേക്ഷകരെ ഒന്ന് പരിചയപ്പെടുത്താനാണ് കേട്ടോ. ബാഹുലൻ ചേട്ടൻ എന്ന് പറയുമ്പം കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ചെയ്തപ്പോൾ 42 വർഷം എന്നാണ്. ഇപ്പോൾ ഏകദേശം 43-44 വർഷമായിട്ട് ഓട്ടോ തൊഴിലായിട്ട് സ്വീകരിച്ചിരിക്കുന്ന ഒരാളാണ്. തിരുവനന്തപുരം നിവാസിയാണ്. വീട് എവിടെയാണ്? വീട് ഇപ്പൊ താമസിക്കുന്ന അമ്പലമുക്കാണ്. അമ്പലമുക്കില്. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടില് ഭാര്യ, 3 മക്കള്. ഭാര്യയും 3 മക്കളും ഉണ്ട് അല്ലേ? അതെ. ഓക്കെ. കഴിഞ്ഞ 42 വർഷമായിട്ട് ഓട്ടോ ഓടിച്ചോണ്ടിരിക്കുകയാണ്. അതെ. പലവിധമായിട്ടുള്ള ഓട്ടോസ് ഒക്കെ നമ്മൾ ഓടിച്ചിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞായിരുന്നു ഓട്ടോസ് മാറി ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് ഫ്രണ്ട് എഞ്ചിൻ മുതല് ഇങ്ങോട്ട് ഡീസൽ വണ്ടി, പെട്ടി ഓട്ടോ, അല്ല പാസഞ്ചർ ഓട്ടോ, പിന്നെ ഇപ്പൊ വന്നിട്ട് ഇത് ഇലക്ട്രിക് ഓട്ടോ. അവസാനം വന്നിരിക്കുന്ന ഇലക്ട്രിക്. പല തലമുറയിലുള്ള ഓട്ടോസ്, അതായത് നമ്മുടെ ഡീസലും പെട്രോളും അല്ലേ എല്ലാം ഓടിച്ച് അവസാനം ഇലക്ട്രിക് വന്ന് തിരികെയാണ്. അപ്പം ഇലക്ട്രിക് ഓട്ടോ ആദ്യമായിട്ട് എടുക്കുന്ന സമയത്ത് ഒരു ധൈര്യം ഉണ്ടായിരുന്നു എടുക്കാനായിട്ട്. ഒരു ധൈര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഇത് എന്താണെന്ന് നമുക്കൊന്ന് അറിയണമല്ലോ. മറ്റു വണ്ടികളൊക്കെ ഓടിച്ചപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകളും പ്രയാസവും ഉണ്ടായിരുന്നു. ഇപ്പൊ പുതിയ ഓട്ടോ വന്നപ്പോൾ പുതിയ ടെക്നോളജിയാണല്ലോ. അപ്പൊ അതിന് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയണം. അതിനു വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പിലായിരുന്നു. എന്തോ ഒരു ആത്മവിശ്വാസം. അങ്ങനെ ട്രിവാൻഡ്രത്ത് അങ്ങനെ നമ്മുടെ ഈ ആപ്പ് ഇ സിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഓട്ടോ എടുത്തു. അതെ അതെ. എനിക്ക് തോന്നുന്നു ട്രിവാൻഡ്രത്തെ ഡീലേഴ്സ് എന്ന് പറഞ്ഞാൽ ONIRO എന്ന് പറഞ്ഞല്ലേ? ONIRO. അവരാണ് മെയിൻ ആയിട്ട് ഇവിടെ ചെയ്യുന്നത്. PMG ആണ് എൻ്റെ ഷോറൂം, ഓഫീസും ഒക്കെ. അവര് നല്ല ധൈര്യം തന്നു. അതെ അതെ. അവര് നല്ല രീതിയിൽ അഡ്വൈസ് ചെയ്തു. എന്റെ പഴയ വണ്ടി ഉണ്ടായിരുന്നു, അവരെടുത്തിട്ട് പുതിയ വണ്ടി എനിക്ക് എക്സ്ചേഞ്ച് ചെയ്യാണ് ചെയ്തത്. അതെ അതെ. ശരി. അപ്പം നമുക്കറിയാം ഒരുപാട് ഇലക്ട്രിക് ഓട്ടോസ് ഇറങ്ങുന്നുണ്ട്, പലവിധ പ്രശ്നങ്ങൾ കേൾക്കാറുണ്ട്. അപ്പം എന്നോട് നമ്മുടെ കമന്റ്സിനകത്ത് ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അങ്കിളിന് കാശ് തന്നിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നതൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ആർക്കും പറയാം. അതെ അതെ അതെ. അപ്പൊ എനിക്കത് ഒരു നിർബന്ധം ഉണ്ടായിരുന്നു, വീണ്ടും അങ്കിളിനെ തന്നെ ഒന്ന് കൊണ്ടുവരണം എന്നുള്ളത്. ഇപ്പൊ നമ്മുടെ വണ്ടി കറക്റ്റായിട്ട് CF ചെയ്ത് വന്നിരിക്കുകയാണ്. നമ്മുടെ ഓട്ടോയുടെ പേരെന്തായിരുന്നു? ഓം ശിവ. ഓം ശിവ എന്ന് പറഞ്ഞ ഓട്ടോയാണ്. കഴിഞ്ഞ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഓം ശിവ എന്നുള്ള ഓട്ടോയാണ്. ഇപ്പൊ പെയിന്റ് ഒക്കെ അടിച്ച് CF ചെയ്ത് വന്നിരിക്കുന്നതാണ്, പെയിന്റ് അടിച്ച് വന്നിരിക്കുന്നത്. അപ്പം 2 വർഷം കഴിഞ്ഞ ഓട്ടോയാണ്. എത്ര കിലോമീറ്റർ ഓടി? 78,011 കിലോമീറ്റർ. 78,011 കിലോമീറ്റർ. ഈ ഒരു വാഹനത്തിന്റെ പ്രത്യേകത പറയുന്നത് സ്വാപ്പബിൾ ബാറ്ററിയാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ വീട്ടിൽ കൊണ്ട് ചാർജ് ചെയ്യുന്നതിന് പകരം നമുക്ക് 3 ബാറ്ററീസ് ഉണ്ട്. അത് ഇവരുടെ ചാർജിങ് സ്റ്റേഷൻസിൽ കൊണ്ടുപോയി നമ്മൾ മാറ്റുകയാണ് ചെയ്യുന്നത്. 80 കിലോമീറ്റർ ആണ് റേഞ്ച്. അതെ. അപ്പം ഒരു ഫുൾ ചാർജ് ചെയ്യേണ്ട 138 രൂപ അല്ലേ? അത് ഫുൾ ചാർജ് ചെയ്യണമെങ്കിൽ 138 രൂപ. പക്ഷേ ഞങ്ങൾ ഇടയ്ക്ക് വെച്ചിട്ട് 50 കിലോമീറ്റർ 60 കിലോമീറ്റർ വരുമ്പോൾ ഞങ്ങൾ അതിൻ്റെ ലൊക്കേഷൻ അനുസരിച്ച് പോയിട്ട് ഇത് മാറ്റി വെക്കും. ചാർജിങ് സ്റ്റേഷൻ്റെ അടുത്ത് വരുമ്പോഴത്തെ അതിലുണ്ട്. അതായത് 5 കട്ടയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ 3 കട്ട 2 കട്ടയൊക്കെ വരുമ്പോൾ നമ്മൾ ഈ പറയുന്ന സ്ഥലത്ത് പോയിട്ട് ചേഞ്ച് ചെയ്ത് വെക്കും. അതെ അതെ. അത് നമ്മുടെ സൗകര്യത്തിന് ആണല്ലേ. അതെ അതെ. ഇനി നമുക്ക് നോക്കാം, 78,000 കിലോമീറ്റർ ഓടാനായിട്ട് ഏകദേശം എത്ര രൂപ ചെലവ് വന്നിട്ടുണ്ടാവും? കൂട്ടി നോക്കിയിട്ടുണ്ടോ? അതെ. എങ്ങനെയാ ഇതിൻ്റെ
ബാറ്ററിയുടെ കോസ്റ്റ് ബാറ്ററിയുടെ 1,40,000 മേളിൽ പോയിട്ടുണ്ടാണ് എൻ്റെ ഒരു കണക്ക് കൂട്ട്. 1,40,000 രൂപയ്ക്ക് മുകളിൽ പോയിട്ടുണ്ടെന്നാണ് എൻ്റെ കണക്ക്. സാധാരണ പെട്രോൾ ഓട്ടോയും ഡീസൽ ഓട്ടോ ഒക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഇലക്ട്രിക് ഓടിക്കുമ്പോൾ എന്താണ് നമുക്ക് മെച്ചമെന്ന് തോന്നിയത്? ഈ പൈസയുടെ കാര്യത്തിൽ എങ്ങനെയാണ് സാധാരണ മറ്റേ ഓട്ടോക്കാളും കൂടുതൽ കാശ് നമുക്കിത് വരുന്നുണ്ട്. കാരണം ഇതിന് ഉള്ള ഗുണം എന്തെന്ന് വെച്ചാൽ മെയിൻ്റനൻസ് കുറവാണ്. മെയിൻ്റനൻസ് ആണ് നമുക്ക് ഏറ്റവും വലിയ പൈസ ചിലവാകുന്ന വരും. മെയിൻ്റനൻസ് എത്ര രൂപയായി 78,000 2 വർഷം കൊണ്ട്? ഒരു 3,000 രൂപയ്ക്കകത്തുള്ള 3,000 രൂപയുടെ മെയിൻ്റനൻസ് മാത്രമേ 2 കൊല്ലം കൊണ്ടോ ആയിട്ടുള്ള 78,000 കിലോമീറ്റർ തൊട്ട് ഉള്ളതാണോ? അതെ പൂരിപ്പിച്ച് പറയേണ്ട കാര്യം എനിക്കിപ്പോൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമല്ല. എൻ്റെ കാര്യം ഞാൻ പറയുകയാണ്, മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയില്ല. 3,000 കിലോമീറ്റർ 3,000 രൂപ അല്ലേ? മേജർ ആയിട്ട് എന്തൊക്കെ ഈ ബാറ്ററിയുടെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നു? ഇടയ്ക്ക് കുറച്ച് നാൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാ സംഭവിച്ചത്? പഴയ ബാറ്ററി വന്നപ്പോൾ നമ്മൾ വാട്ടർ റണ്ണിങ്ങിന് മൈലേജ് കുറഞ്ഞു. പിന്നെ നമ്മൾ കുറച്ച് ഇത് വഴക്കൊക്കെ ഉണ്ടാക്കിയപ്പോഴത്തേക്ക് ഇപ്പം മുഴുവൻ പുതിയ ബാറ്ററിയാണ് ഞങ്ങൾക്ക് തന്നിരിക്കുന്നത് എല്ലാ ചാർജിങ് സ്റ്റേഷനിലും. അപ്പോൾ അതിൻ്റെതായ മൈലേജിൽ മാറ്റം വന്നു. ഓക്കെ, അപ്പോൾ പ്രകടമായിട്ടൊരു വ്യത്യാസം ഇലക്ട്രിക് ഓട്ടോയിൽ എല്ലാവർക്കും നേരിടുന്ന ഒരു പ്രശ്നം ബാറ്ററിയെ സംബന്ധിച്ചായിരിക്കും. അപ്പോൾ ബാറ്ററി ഈ പിയാജിയോയുടെ ഈ ഓട്ടോയ്ക്ക് ബാറ്ററിയുടെ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ അത് കുറേ കംപ്ലയിൻസ് ആയി കഴിഞ്ഞു. കസ്റ്റമേഴ്സ് പറഞ്ഞപ്പോൾ പുതിയ ബാറ്ററീസിലേക്ക് മാറിക്കൊടുത്തു എന്നുള്ളതാണ്. ഇത് ലൈഫ് ലോങ് വാറണ്ടി ഉള്ള ബാറ്ററിയാണ്. സാധാരണ ഒരു ഓട്ടോ മേടിച്ച് നമ്മൾ വീട്ടിൽ ചാർജ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫിക്സഡ് ബാറ്ററിയുടെ കേസിലാണെങ്കിൽ കുറേ വർഷം കഴിഞ്ഞ് ബാറ്ററി പോയാൽ എന്താകും എന്നൊക്കെ ചിന്തിക്കുന്നത്. പക്ഷെ ഇതിന്റെ കേസിൽ അങ്ങനെയല്ല, ലൈഫ് ലോങ് വാറണ്ടിയാണ്. നമ്മൾ എന്ത് ചെയ്യണം, ചാർജ് തീരുന്ന അനുസരിച്ച് കൊണ്ടുവന്ന് മാറ്റി ഗ്യാസ് കുറ്റി മാറുന്ന ഒരു സിസ്റ്റം ആണ്. 10 മിനിറ്റിനുള്ളിൽ അത് എടുത്ത് നമുക്ക് പോകാൻ സാധിക്കും. 10 മിനിറ്റ് പോലും വേണ്ട, നമ്മൾ അങ്ങോട്ട് കൊണ്ടുവയ്ക്കുന്നു. പക്ഷേ അതിൽ നമ്മുടെ കാശുണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ അതിൽ നിന്ന് എടുക്കാൻ പറ്റൂ. GPS ഒരു ടാഗും ഒക്കെ കാര്യങ്ങളൊക്കെ അല്ലേ? ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഈ ഒരു ഓട്ടോയുടെ കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഇതിന്റെ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ എത്രയാണ് വരുന്നത്? ഇൻഷുറൻസ് തുടക്കത്തിൽ 8,500 ആയിരുന്നു. ഇപ്പോൾ വന്നിട്ട് 5,700. ഓക്കെ, നമുക്ക് ട്രിവാൻഡ്രം സിറ്റിയിൽ എവിടെ വേണമെങ്കിലും ഓടാം, പെർമിറ്റിന്റെ ഇഷ്യൂസ് അല്ല? ഇല്ല, എവിടെ വേണമെങ്കിലും ഓടാം. ഇത് ഇലക്ട്രിക് ആയതുകൊണ്ട് പെർമിറ്റ് ഒന്നും തന്നിട്ടില്ല. ഓട്ടോയ്ക്ക് പെർമിറ്റ് ഇല്ല, അതാണ് വേറൊരു കാര്യം എന്ന് പറയുന്നത്. നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും പോകാൻ പറ്റും. പിന്നെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 80 കിലോമീറ്റർ ആണ് റേഞ്ച്. 80 വരെ കാക്കാറില്ല, 50-60 ഒക്കെ ആകുമ്പോൾ റീചാർജ്. അപ്പം നിലവില് ഈ വണ്ടി എടുക്കുന്ന സമയത്ത് ഇലക്ട്രിക് ചാർജിംഗ് സ്റ്റേഷൻസ് ഒത്തിരി ഉണ്ടായിരുന്നത്? ഇല്ല, അവിടെ ഇവിടെ 2 പേരൂക്കടയിലും പിന്നെ PMGയിലും ഇവരുടെ അവിടെ മാത്രമേ. പേരൂക്കടയിലും PMGയിലും 2 ഉള്ളൂ. നിലവിൽ എവിടെയൊക്കെയുണ്ട്? ഇപ്പൊ വന്നിട്ട് ഒന്നായിട്ട് ലോ കോളേജ് തേക്കുംമൂട്, വഴയില 6-ാം കല്ല്, പിന്നെ വന്ന് ഉള്ളൂർ പെട്രോൾ പമ്പ്, പിന്നെ വന്നിട്ട് കഴക്കൂട്ടം, പിന്നെ വന്നിട്ട് തൈക്കാട്, പിന്നെ വന്നിട്ട് തിരുമല. അപ്പൊ അത്യാവശ്യം ട്രിവാൻഡ്രം സിറ്റിയിൽ 7 പോയിന്റ് ഉണ്ട്. 7 പോയിന്റ് പറയാം, ഒരു 10-15 കിലോമീറ്റർ റേഞ്ചിൽ എല്ലായിടത്തും പോയിന്റ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് ബാറ്ററി ഇതിൽ എവിടെ വേണമെങ്കിലും പോയി എടുക്കുക എന്നുള്ളതാണ് അതിന്റെ ഗുണം. ഇവിടുന്ന് അതായത് നമ്മളിപ്പോ വഴയിലേന്ന് നമ്മൾ ചാർജ് ചെയ്താൽ ഇതേ ബാറ്ററി കൊണ്ടുവന്ന് കഴക്കൂട്ടത്താണല്ലോ അവിടെ മാറ്റാം. ഇതെല്ലാം ഒരേ സാധനമാണ്, ഒരേ മെത്തേഡുമാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് എന്റെ പ്രത്യേകത. പിന്നെ മെയിൻ്റെനൻസിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ വണ്ടിക്ക് കാര്യമായിട്ടുള്ള 3,000 രൂപ പണി കാര്യമായിട്ടുള്ള പണി വന്നിരുന്നത്. ഇത് ഫ്രണ്ട് പിന്നും പിന്നെ ഇതിന്റെ ബ്രേക്ക് ബ്രേക്ക് ഇത് രണ്ടുമാണ് മെയിൻ വന്നിട്ടുള്ളത്. അതെ, ഇത് വരും സാധാരണ എല്ലാ വണ്ടികൾക്കും അത് ആ സാധനമാണ് ഇതിൽ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. മറ്റേ ഓട്ടോറിക്ഷകൾക്കുള്ളതുപോലെ പിന്നും പുഷും ഒക്കെയാണ് ഇതിലും ഉള്ളത്. ബ്രേക്കിന്റെ അത് തന്നെയാണ്. അപ്പോൾ അതിൻ്റെതായ പണി വരുമ്പോൾ നമുക്കത് ചെയ്തു വെക്കാം. ഓക്കെ, പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വണ്ടി ഇലക്ട്രിക് ഓട്ടോയ്ക്ക് ഒട്ടും സൗണ്ട് ഇല്ല. ഞാൻ അന്ന് വാഹനം ഓടിച്ച സമയത്ത് അല്ലെങ്കിൽ അതിന് സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, കല്ലിഞ്ഞെരിയുന്ന ഒച്ച വരെ നമുക്ക് വണ്ടിക്കകത്ത് കേൾക്കാം. അത്രയും സൈലന്റ് ആയിട്ടുള്ള ഒരു വാഹനമാണ്. അതെ. ഇപ്പം വണ്ടിയുടെ ഒരു ബോഡിയുടെ കണ്ടീഷൻ 2 കൊല്ലം കൊണ്ട് വണ്ടിക്ക് ഇളക്കമുണ്ട്, അതോ ബോഡി എല്ലാം പ്രശ്നമില്ല? ഒന്നുമില്ല, സ്ട്രോങ് ആണ്. കാരണം ഇത് യാതൊരു അനക്കവും ഒരു ശബ്ദവും ഒരു ബഹളവും യാത്രക്കാർക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം അവർ പലരും ചോദിക്കും എന്താണ് ഇങ്ങനെ സൗണ്ട് ഇല്ലാതെ പോകുന്നത്. ഞാൻ പറയും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അതുപോലെ തന്നെ സൗണ്ട് ഇല്ല, വൈബ്രേഷൻ സുഖകരമായിട്ട് ഓടിച്ചോണ്ട് പോകും. അതെ, നല്ല റോഡാണ്. നമ്മൾ സാധാരണ നല്ല ടാർ ചെയ്ത് MG റോഡ് പോലുള്ള റോഡുകളിലൊക്കെ പോകുന്ന പോലും അറിയുന്നില്ല. അത് യാത്രക്കാർ തന്നെ പറയുന്നു കാറിലിരുന്ന് പോകുന്ന എത്ര സുഖം ഇതിന് കിട്ടുന്നുണ്ടെന്ന്. ഇനി അടുത്തൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള കാര്യം പറയണ്ട, എന്നാലും നമുക്കൊരു വരുമാനത്തിന്റെ കാര്യങ്ങളാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം ഓട്ടോയ്ക്ക് സംബന്ധിച്ച് നോക്കുമ്പോൾ അങ്ങനെ കൃത്യം വരുമാനം പറയാൻ പറ്റില്ല, ആൾക്കാർ കൂടുതലുണ്ടെങ്കിൽ വരുമാനം. ഞാനിത് ചോദിക്കുന്നത് നമ്മുടെ ഇലക്ട്രിക് പെട്രോൾ ഓട്ടോ ഒക്കെ ആയിട്ട് ബന്ധിച്ച് നോക്കുമ്പോൾ ഇതിന്റെ ഒരു വരുമാനമാണ് നമ്മൾ നോക്കുന്നത്. അപ്പം സാധാരണ നമ്മളൊരു പെട്രോൾ ഓട്ടോ ഇലക്ട്രിക് ഓട്ടോ ശരാശരി ഒരാളുടെ വരുമാനം എന്തായിരിക്കും? തെറ്റില്ലാത്ത രീതിയിൽ ഒരു 800,000 രൂപയ്ക്കകത്ത് 800,000 രൂപയ്ക്ക് ഓടാൻ പറ്റും. അത് ഇലക്ട്രിക് ഓട്ടോയിലേക്ക് വരുമ്പോൾ എത്ര വ്യത്യാസം വരും?
10,000 1300 രൂപയ്ക്ക് നല്ല ഓട്ടങ്ങൾ എക്സ്ട്രാ വരും. 300 രൂപ ഒരു ദിവസം എക്സ്ട്രാ പറഞ്ഞാൽ 10-25 ദിവസം ഓടിയെന്ന് പറഞ്ഞാലും 8,000-9,000 രൂപയുടെ വ്യത്യാസം ഒരു മാസം വരുന്നു. അതെ. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു വരുമാനത്തിൻ്റെ കാര്യം എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഞാൻ പറയുന്നത് എല്ലാ ഇലക്ട്രിക് ഓട്ടോയും ഒരുപാട് കമ്പനീസ് ഇറക്കുന്നുണ്ട്. എല്ലാ ഇലക്ട്രിക് ഓട്ടോയും സക്സസ് ആണോ എന്ന് ചോദിച്ചാൽ അല്ലെന്ന് തന്നെ പറയേണ്ടി വരും. പല പ്രശ്നങ്ങളുണ്ട്. കാരണം അതുകൊണ്ടാണ് നമ്മുടെ കമൻസിൽ അല്ലെങ്കിൽ ഇതെടുത്ത് ദുരിതത്തിലായ ഒരുപാട് പേരുമുണ്ട്. അപ്പം ഞാനിത് ഈ വീഡിയോ വീണ്ടും എടുക്കുന്നതിന് കാരണം വെച്ച് കഴിഞ്ഞാൽ കാരണം നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് എന്നെ ഒരുപാട് പേര് കുറ്റപ്പെടുത്താറുണ്ട്. നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് നമ്മൾ വണ്ടി എടുത്തിട്ട് നമുക്കത് പ്രശ്നമാണ്. പക്ഷേ നമ്മുടെ ചാനലിൽ കൂടെ ഒരിക്കലും ഒരു വാഹനം നമ്മൾ പുതിയൊരു മേക്ക് വരുമ്പോൾ നമ്മളെ പരിചയപ്പെടുത്തുന്നുള്ളൂ. അതിപ്പോൾ കാറാണെങ്കിലും ബസ്സാണെങ്കിലും ലോറിയാണെങ്കിലും നമ്മുടെ ചാനലിൽ കൂടെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പം ഈ ഒരു വാഹനത്തിൻ്റെ സക്സസ് സ്റ്റോറി നിങ്ങളോട് എനിക്ക് പങ്കുവെക്കണം തോന്നി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് എന്താ പറയുക, പിയാജിയോ ട്രിവാൻഡ്രത്തുള്ള ഒരുപാട് ഓട്ടോസ്, ഇലക്ട്രിക് ഓട്ടോസ് നമ്മുടെ വീഡിയോസ് കണ്ടെടുത്തിട്ടുണ്ട്. കാരണം മൾട്ടിപ്പിൾ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. കാരണം ഇലക്ട്രിക്കിൻ്റെ ശക്തമായ ഒരു ആരാധകനാണ് ഞാൻ. അപ്പം തീർച്ചയായിട്ടും പിയാജിയോ ഇ സിറ്റിയെക്കുറിച്ച് നിങ്ങളോട് അല്ലെങ്കിൽ എൻ്റെ ഒരു ഫോളോ അപ്പ് 2 വർഷം കഴിഞ്ഞ ഒരു ഫോളോ അപ്പ് വന്നെന്ന് വിചാരിച്ചു. ഞാൻ വളരെയധികം സന്തോഷത്തിലാണ്. കാരണം വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മനുഷ്യൻ വളരെ സന്തോഷത്തോടെ ഉപജീവനം നയിക്കുന്നു. ഈ ഓട്ടോ കൊണ്ട് ഉപജീവനമാർഗ്ഗം നയിക്കുന്നു. മെയിൻ്റനൻസിന് 2 വർഷം കൊണ്ട് 3000 രൂപയാകുന്നുള്ളൂ. എല്ലാ സർവീസ് സപ്പോർട്ടുകളും ഒനിറോയും തരുന്നുണ്ട് അല്ലേ? അതെ, അവരുടെ സപ്പോർട്ട് കൊണ്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത്. എന്നാലും അവർ നല്ല രീതിയിലുള്ള ഇതാണ്. അവർക്ക് യാതൊരു വ്യത്യാസവും ഇല്ല. പഴയതാണോ പുതിയതാണോ ഡ്രൈവർ ഏതാ അങ്ങനെ ഒന്നുമില്ല. ആദ്യം തൊട്ട് നമ്മൾ അവരുമായിട്ട് ഇടപെട്ട ആ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും പോകുന്നത്. പിന്നെ പലർക്കും പല സ്വഭാവമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സന്തോഷത്തിലല്ലേ. പലയിടത്തും ഉള്ള പ്രശ്നം ഇലക്ട്രിക് ഓട്ടോയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ സർവീസ് കൃത്യമായിട്ട് കൊടുക്കാത്തതുകൊണ്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം സ്പെയർ പാർട്സിന്റെ അവൈലബിലിറ്റി പൊതുവെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ഒനിറയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് മൾട്ടിപ്പിൾ നമ്പർ ഓഫ് വണ്ടികൾ ശരിക്കും പറഞ്ഞാൽ സ്പെയർ ആയിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ ആ സ്പെയർ അവർക്ക് കാത്തു സൂക്ഷിക്കാനായിട്ട് പറ്റുന്നുണ്ട്. സ്റ്റോക്ക് ഒരുപാടുണ്ട്. അപ്പം ഒറിജിനൽ പാർട്സ് വരുന്ന സമയം വരെ റീപ്ലേസ് ചെയ്യാനുള്ള സംഭവങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഡൗൺ ടൈം ഇല്ല. അത് 4 മണിക്കൂറിൽ കൂടുതൽ ഒരു ഡൗൺ ടൈം അല്ലെങ്കിൽ വണ്ടി കേടായി കഴിഞ്ഞാൽ 4 മണിക്കൂറിനുള്ളിൽ തിരിച്ച് റൂട്ടിലേക്ക് ഇറക്കുമെന്നാണ് അവരുടെ പ്രോമിസ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തിരുവനന്തപുരത്ത് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓട്ടോക്കാരനും ഒരു ഇലക്ട്രിക് ഓട്ടോ കൊണ്ട് ജീവൻ നയിക്കുന്ന ഒരാളെയാണ് പരിചയപ്പെടുത്താൻ സാധിച്ചത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് ആപ്പയുടെ ഇ സിറ്റി എന്ന് പറയുന്ന ഓട്ടോ അല്ലെങ്കിൽ ആപ്പയുടെ പ്രൊഡക്ട്സ് നല്ല സർവീസസ് ആണ് അവർ തരുന്നത് പിയാജിയോടെ. അപ്പോൾ തീർച്ചയായിട്ടും എടുക്കാൻ പറ്റുന്നൊരു വാഹനമാണ്. ഞാൻ ഇത്രയും ധൈര്യത്തോടെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തെ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ്. കാരണം നമ്മുടെ പഴയ വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം 2 വർഷം മുമ്പ് ചെയ്തത്. അപ്പം ഇതുപോലുള്ള നല്ല വീഡിയോസായിട്ട് ഞാൻ ഇനി വരുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ സഹകരിച്ചതിന് ഒരുപാട് സന്തോഷം. ഈ ഓട്ടോയും കൊണ്ട് കുറേ വർഷങ്ങൾ കൊണ്ടുപോകാൻ സാധിക്കും. അത് കൂടുതൽ റേഞ്ചുള്ള ഓട്ടോസ് വരുമ്പോൾ അത് മേടിക്കാൻ കുടുംബജീവിതം സന്തോഷമായിട്ട് തീരട്ടെ. അപ്പം എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ദിസ് ഈസ് റോബിൻ സൈനിങ് ഓഫ് ഫ്രം റോബ്മൈഷോ.